ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പെസഹ വ്ലോഗിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. പെസഹ അപ്പം ഉണ്ടാക്കാനുണ്ടായിരുന്നു, പാല് കാച്ചാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തായാലും അടുക്കളയിൽ ഇന്ന് കുറച്ച് കൂടുതൽ പണിയുള്ളതുകൊണ്ട് ആകെ വേർത്ത് അലമ്പാവൂലേ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം റെഡി ആയതിനു ശേഷം, കുളിച്ച് റെഡി ആയതിനു ശേഷം മാത്രം നമുക്ക് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്താ അപ്പം മുറിക്കാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. പക്ഷെ അപ്പം ഉണ്ടാക്കുന്ന പാല് കാഴ്ചത് എങ്ങനെയെന്ന് നിങ്ങൾക്കൊന്ന് കാണണ്ടേ? അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പം ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുതിർന്ന ഉഴുന്നും പിന്നെ അരിപ്പൊടിയും, വറുത്ത അരിപ്പൊടി വേണം കേട്ടോ, അതും പിന്നെ കുറച്ച് വെളുത്തുള്ളി, ജീരകം, ചെറിയ ഉള്ളി ഇത്രയൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് നമ്മൾ ഒരു സ്റ്റീൽ പാത്രം എടുക്കുക കേട്ടോ. ഒരു വട്ടത്തിലുള്ളൊരു സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ ചോറൊക്കെ ഇടുന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കുരുത്തോല കൊണ്ട് കുരിശാകൃതിയിൽ പിന്നെ ആ ബാറ്ററിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കണം. പിന്നെ അടുത്തായിട്ട് നമുക്കിനി പാലുണ്ടാക്കാം, പെസഹ പാൽ. അതിനായിട്ട് തേങ്ങയുടെ 2-ാം പാലും 1-ാം പാലും എടുത്തതിന് ശേഷം നമ്മുടെ ശർക്കര ഉരുക്കി 1-ാം പാലും 2-ാം പാലും കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. അരിപ്പൊടി ചേർക്കുന്നത് പാല് കുറുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുപ്പങ്ങളിക്കും നമ്മുടെ പാലും റെഡിയാണ്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള അപ്പവും പാലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡും കുറച്ച് പഴവും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പം മുറിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അവർ വന്നു. പിന്നെ നമ്മൾ അപ്പമൊക്കെ മുറിച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് എല്ലാവരും അപ്പവും പാലൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ കുറച്ച് നേരം ഇരുന്നു. നമുക്ക് ഈ പെസഹായിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരോടും ഒരുമിച്ച് അപ്പം മുറിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് അപ്പം മുറിക്കും കേട്ടോ. ഇവിടെ പിന്നെ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അവരാദ്യമായിട്ടാണ് പെസഹ അപ്പവും മുറിക്കാനും പാല് അപ്പമൊക്കെ കഴിക്കാനായിട്ട് വരുന്നത്. ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പെസഹ പാലും അപ്പമൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. സാധാരണ വീട്ടിൽ വെച്ചാകുമ്പോൾ മമ്മി അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാനും ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഇതുണ്ടാക്കുന്നത്. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് സംഭവം സക്സസ്സായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനും കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാം. സാധാരണ പെസഹാപ്പത്തിൻ്റെയും പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും സന്തോഷമായി അപ്പമൊക്കെ മുറിച്ച് പാലൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ സിറ്റുവേഷനെക്കുറിച്ചും ഈ സിറ്റുവേഷനിൽ സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ചും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം എല്ലാവരും ടാറ്റ ബൈ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ പെസഹ. നിങ്ങൾ പെസഹായ്ക്ക് ആഘോഷിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെസഹ ആശംസകൾ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.